فما بكت عليهم السماء والأرض സൂറത്തു ദുഖാൻ. ചില ആളുകളുടെ മരണത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, അവർ മരിക്കുമ്പോൾ ആകാശമോ ഭൂമിയോ കരയുകയില്ല. സജ്ജനങ്ങളിൽപ്പെട്ട മുഅ്മിനായ ഒരു മനുഷ്യൻ മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമത്രേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയാണ് ആകാശവും ഭൂമിയും കരയുകയെന്നറിയുമോ? അൽ മുഅ്മിനു യബ്കി അലൈഹി മുസല്ലാ വമഖഅദുഹു വമംശാഹു ഇലൽ മസ്ജിദ്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ ആ മുഅ്മിനായ മനുഷ്യൻ എവിടെയെല്ലാം നിസ്കരിച്ചിട്ടുണ്ടോ ആ നിസ്കരിച്ച സ്ഥലങ്ങൾ കരയുമത്രേ. അത് ചില സ്വാലിഹീങ്ങൾക്ക് കാണാൻ കഴിയും, അറിയാൻ പറ്റും. ദുനിയാവിൽ നമ്മുടെ ഈ ഭൗതിക കണ്ണുകൊണ്ട് കാണാത്ത അഭൗതികമായ വിഷയങ്ങൾ ഒരുപാടുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതിയാവും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചില വിഷയങ്ങൾ ആൾക്കാർ മനസ്സിലാവാതെ വെറുതെ വിവാദാക്കാൻ നടക്കണം. ഒന്ന് പഠിച്ചു നോക്കിയാൽ തിരിയാവുന്ന വിഷയങ്ങളുള്ളൂ. ഓരോരുത്തർക്കും തിരിയാത്തതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ പഠിക്കാൻ, ഓരോരുത്തരുടെ സംശയത്തിന് മറുപടി പറയാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും അതിന് മറുപടി ഇതിന് മറുപടി പോയി പഠിക്കാൻ പറയാല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരും ചോദിക്കുന്ന മറുപടി പറയാൻ ആർക്കാ സമയം? പഠിക്കുന്നില്ല, പഠിച്ചതിട്ട് അംഗീകരിക്കില്ല. ആത്മീയമായൊരു ലോകമുണ്ട്. നമ്മൾ നിസ്കാരം, സക്കാത്ത്, നോമ്പ്, സ്വതഖ ഇതൊക്കെ ചെയ്തിങ്ങനെ നടക്കുന്ന ആ ഒരു പ്രത്യക്ഷമായ കർമ്മത്തിന്റെ ഒരു നൂറ്, ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടാനുണ്ട്. അതാണ് ആത്മീയത. അത് കിട്ടാനുള്ള പണിയെടുക്കാതെ ഈ ദീനിന്റെ രസമറിയാൻ കഴിയില്ല. നിസ്കരിക്കണ്ടോ? നിസ്കാരമുണ്ട്. സക്കാത്ത് ഓക്കെ, സക്കാത്തുണ്ട്. ഹജ്ജ് അതും ചെയ്തു, ഉംറയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞോ? ഇതിനപ്പുറം ഒരു ആനന്ദമുണ്ട് നമ്മുടെ ദീനിന്. അത് ആത്മീയതയുടെ ആനന്ദമാണ്. അത് സജ്ജനങ്ങളുടെ കൂടെ നടന്നാലും മനസ്സിലാവുക, സ്വാലിഹീങ്ങളുടെ സുഹബത്തിലാണ് അത് മനസ്സിലാവുക. അള്ളാഹു നമുക്കതിന്റെ രസമറിയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അതാണ് തആല നുഅ്മിൻ സാഅ. സ്വഹാബിമാർ പറയും, ഒന്ന് വരൂ, നമുക്ക് 1 മണിക്കൂർ നേരം ഈമാൻ നുകരാം, നമുക്ക് ഈമാൻ നുകരാം. ഇരുന്നിട്ട് ആത്മീയ ലോകത്തേക്ക് യാത്ര ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മുഅ്മിനു യബ്കി അലൈഹി മുസല്ലാ. വാപ്പ മരിച്ചു, വാപ്പ നിസ്കരിച്ചിരുന്ന സ്ഥലം, വീട്ടിലെ റൂമിൽ വാപ്പ നിസ്കരിച്ചത്, പള്ളിയിൽ നിസ്കരിച്ചത്, നാടായ നാടുകളിലൊക്കെ നിസ്കരിച്ചത്, ആ സ്ഥലമെല്ലാം ആ പിതാവിന്റെ മരണം സംഭവിക്കുമ്പോൾ കരയും. നമ്മൾ ഓരോരുത്തരും എവിടെയൊക്കെ നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിച്ച സ്ഥലങ്ങൾ അല്ലാഹുവേ, ആ മനുഷ്യന്റെ സുജൂദ് എനിക്ക് ലഭിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ കരയുമത്രേ. വമഖഅദുഹു, മുഅ്മിനായ മനുഷ്യൻ ചെന്നിരുന്ന സ്ഥലങ്ങൾ, അവൻ ഇരുന്ന സ്ഥലങ്ങൾ. വമംശാഹു ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് നടന്നുപോയ വഴിയും ആ ഭൂമിയും അയാൾ മരിച്ചാൽ കരയുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബി, ഈ ആയത്തിനെ വ്യാഖ്യാനം ചെയ്തു. മുഅ്മിനീങ്ങൾ മരിച്ചാൽ ആ മണ്ണ് കരയുമത്രേ. വാപ്പയുടെ റൂം കരയും, വാപ്പ ദിക്ർ ചൊല്ലാനിരുന്ന ആ കസേര കരയും, വാപ്പ കിടന്ന് ദിക്ർ ചൊല്ലിയ ആ കിടപ്പറ കരയും, വാപ്പ നടന്നുപോയ മണ്ണ് കരയും, വാപ്പയുടെ മുസല്ല വിരിച്ച സ്ഥലങ്ങൾ കരയും, വാപ്പ നിസ്കരിച്ച പള്ളികളായ പള്ളികളിലെ ഇടങ്ങളെല്ലാം ആ വാപ്പയുടെ മരണം കാരണം കരയുമത്രേ. ഓരോരുത്തർക്കും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്, ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവരെ ഓർത്ത് കരയുകയില്ല. മുഅ്മിനീങ്ങളെ ഓർത്ത് കരയുന്നുണ്ട്, അവിശ്വാസികളെ ഓർത്ത് കരയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവൻ ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അശ്രദ്ധമായി ജീവിക്കാതെ, സമയം കൊല്ലാതെ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകുന്നവരായി നമുക്ക് മാറണം. കുറഞ്ഞ ഒരു ജീവിതമാണ്, അത് എത്ര നീളമുണ്ട്, ചുരുങ്ങിയത് എന്നതല്ല വിഷയം. ഉള്ള സമയം അല്ലാഹുവിന് വേണ്ടി നമുക്ക് പണിയെടുക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.